അതിരാവിലെ മഗ്ദലന മറിയം തിടുക്കത്തോടെ കല്ലറയിലേക്ക് വരും. കല്ലറയിലേക്ക് വരുമ്പോൾ അവൾ കാണുന്നത് ശൂന്യമായ കല്ലറയാണ്. പിന്നീട് അവൾ ചെയ്യുന്നത് അവൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ നിഗമനങ്ങളാണ്. എന്റെ ഗുരുവിന് എന്ത് സംഭവിച്ചു, ആരെടുത്തുകൊണ്ട് പോയി എന്റെ ഗുരുവിനെ എന്നുള്ള പല നിഗമനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു മാലാഖ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. വേറൊരു പെർസ്പെക്റ്റീവാണ് അവൾ കൊടുക്കുന്നത്. നിന്റെ ഗുരു ഉയർത്തെഴുന്നേറ്റു. മഗ്ദലന മറിയത്തിലുണ്ടാകുന്ന സന്തോഷമാണ്, ആശ്ചര്യമാണ്. അതെങ്ങനെ എടുക്കണമെന്നുള്ള ഒരു വെപ്രാളമാണ് അവൾക്ക്. എന്നാൽ അത് മനസ്സിലാക്കുകയും സത്യം മനസ്സിലാക്കുകയും അവളത് വിശ്വസിക്കുകയാണ്. ഈ വിശ്വാസം അവളെ നയിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ദർശിക്കുവാനാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവളോട് പറയുകയാണ്, നീ കണ്ടത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ നാം പലതും കാണും, പല നിഗമനങ്ങളും നാം ഉണ്ടാക്കും അതിനെക്കുറിച്ച്. എന്നാൽ സത്യമായ പെർസ്പെക്റ്റീവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ അത് വിശ്വസിച്ചാൽ മാത്രമേ ഉത്തിതനായ ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ, ബോണ പാസ്ക്വ.